മനുഷ്യജീവിതം മഹത്തായൊരു ബാധ്യതയാണെന്ന് തിരിച്ചറിവുണ്ടാകണം. നിഷ്കൃതതയിൽ നിന്ന് മോചിതരായൊരു സമൂഹം സൃഷ്ടിക്കപ്പെടണം. ജീവിതം കത്തിച്ചു പിടിച്ച മനുഷ്യരിലൂടെ വെളിച്ചമുണ്ടാകണം. കേരള മുസ്ലിം ജമാഅത്ത് കേരള യാത്ര കൊല്ലം ജില്ലാ സ്വീകരണ സമ്മേളനത്തിൽ പ്രമേയ പ്രഭാഷണം നിർവഹിക്കുന്നു. കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി അംഗവും കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ സി മുഹമ്മദ് ഫൈലി ഉസ്താദ് സാദരം ക്ഷണിക്കുന്നു. പ്രഭാഷണം സൈൻ ലാംഗ്വേജിൽ വിവർത്തനം ചെയ്യുന്നു. പ്രഭാഷണം സൈൻ ലാംഗ്വേജിൽ വിവർത്തനം ചെയ്യുന്നു. അസ്ലം സഖാഫി കമ്പളക്കാട് ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله صدق الله العظيم. ബഹുമാന്യരായ കേരള മുസ്ലിം ജമാഅത്തിൻ്റെ കേരള യാത്രയുടെ നായകൻ ശൈഖുന സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ്, ഉപനായകരായ ബദറു സാദാത്ത് സയ്യിദ് അവർകൾ, പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, പ്രസ്ഥാനത്തിൻ്റെ വിവിധ ഘടകങ്ങളുടെ നേതാക്കളും ജനപ്രതിനിധികളും മറ്റു പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളുമെല്ലാം സംബന്ധിക്കുന്ന കൊല്ലം ജില്ലാ സ്വീകരണ പോയിന്റിൽ വിഷയവുമായി ബന്ധപ്പെട്ട ദീർഘമായ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന ശിലായുഗത്തിലെ അതേ സാഹചര്യമാണോ നിലനിൽക്കുന്നത് എന്ന് വിലയിരുത്തേണ്ടതുണ്ട്. മനുഷ്യൻ അന്ധകാരത്തിൽ കഴിഞ്ഞ കാലത്ത് ആർക്കാണോ ശക്തി ഉള്ളത് അവൻ ഭരിക്കുകയും മറ്റുള്ളവരെ അടിച്ചമർത്തുകയും ചെയ്യുകയായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ നിന്ന് ലോകത്തെ രക്ഷിക്കുവാൻ വേണ്ടി വന്നവരാണ് പ്രവാചകന്മാർ. 8000 വർഷങ്ങൾക്ക് മുൻപ് ആധുനിക മനുഷ്യന്റെ പ്രതിനിധിയായി ഈ ഭാരതത്തിൽ തന്നെ പ്രവാചകനായി വന്ന ആദം നബി അലൈഹിസ്സലാം എന്ന ആ പ്രവാചകനും അവരുടെ ഭാര്യ ഹവ്വയും, ഇത് തന്നെയാണ് ബൈബിളിലും ആദമിനെയും ഹവ്വയെയും പറയുന്നുണ്ട്. ഹിമാലയത്തിന്റെ താഴ്വരകളിൽ ശിവനും പാർവതിയും ജീവിച്ചിരുന്നതായി പഴയകാല പുരാണങ്ങളിലും പറയുന്നുണ്ട്. അങ്ങനെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട ചരിത്രത്തിലെ ആദ്യത്തെ മനുഷ്യൻ ഇവിടെ കടന്നു വന്നപ്പോൾ ആ മനുഷ്യന്
ഈ പ്രകൃതിയിൽ സൃഷ്ടാവായ അള്ളാഹു നൽകിയ നിയമസംഹിതയാണ് മനുഷ്യൻ അവൻ്റെ മാർഗദർശനത്തിന് വേണ്ടി തിരഞ്ഞെടുക്കേണ്ടത്. മനുഷ്യന് ആരാണോ ശ്വസിക്കാൻ വായു നൽകിയത്, കുടിക്കാൻ വെള്ളം നൽകിയത്, വളരാൻ സൂര്യൻ്റെ പ്രകാശത്തെ നൽകിയത്, അറിവ് പഠിക്കണം എന്ന് നിർദ്ദേശിച്ചത്, അതേ അള്ളാഹു മനുഷ്യന് അവൻ്റെ ജീവിതം വഴിതെറ്റാതിരിക്കാൻ, കൂട്ടുകാർ തമ്മിൽ കലഹം ഇല്ലാതിരിക്കാൻ, പാവപ്പെട്ടവരെ സ്നേഹത്തിൻ്റെ കണ്ണുകൊണ്ട് കാണാൻ, ഐക്യത്തോടെ ജീവിക്കാൻ, ഏതു മതക്കാരായാലും അവർക്കിടയിൽ യോജിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന മേഖലകളിൽ യോജിച്ചു പ്രവർത്തിക്കാൻ ആഹ്വാനം ചെയ്യുന്ന ഒരു നിയമം ഇവിടെ അവതരിപ്പിച്ചു. ആ നിയമവുമായി വന്നവരാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആ നബിയുടെ മുൻപ് വന്ന മൂസാ നബി അലൈഹിസ്സലാം, അതുപോലെ ഈസാ നബി അലൈഹിസ്സലാം. വഇദ് ഖാല മൂസാ ലിഖൗമിഹി യാ ഖൗമി ലിമ തുഊദൂനനി വഖദ് തഅലമൂന അന്നി റസൂലുള്ളാഹി ഇലൈക്കും. വഇദ് ഖാല ഈസാ ഇബ്നു മറിയം യാ ബനി ഇസ്രായീൽ ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത് തൗറാത്തി വമുബശ്ശിറൻ ബിനബിയ്യിൻ ബിറസൂലിൻ ഇസ്മുഹു അഹ്മദ്. വിശുദ്ധ ഖുർആൻ സൂറത്തു സഫ് എന്ന അധ്യായത്തിൽ ഈ മൂന്ന് മതങ്ങളെയും അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ വിവരിക്കുകയും മനുഷ്യർ സ്വീകരിക്കാൻ പറ്റിയ സന്ദേശമായി സമ്പൂർണ്ണ ഇസ്ലാമിനെ പ്രഖ്യാപിക്കുകയും ചെയ്തുകൊണ്ടുള്ള വചനങ്ങളിൽ ലോകത്ത് മാർഗദർശനത്തിന് വേണ്ടി നബിമാർ വന്നതായി പറയുന്നുണ്ട്. ആ പ്രവാചകന്മാരുടെ ദർശനങ്ങളാണ് ഏത് കാലത്തും മനുഷ്യൻ്റെ വിജയത്തിന് ആവശ്യമായിട്ടുള്ളത്. അതാണ് പ്രായോഗികമായിട്ടുള്ളത്. അതിനുവേണ്ടിയുള്ള യാത്രകളാണ് അഭംഗുരം ഇവിടെ നടക്കേണ്ടത്. കേരള യാത്ര എന്ന് പറയുമ്പോൾ ആ ഒരു യാത്ര പുതിയൊരു സംഭവമല്ല. നമുക്കറിയാം, 13-ാം നൂറ്റാണ്ടിൽ മാർക്കോ പോള ഇറ്റലിക്കാരനാണ്. അദ്ദേഹം യൂറോപ്പിൽ നിന്ന് ഏഷ്യ വരെ യാത്ര ചെയ്ത സംഭവം ചരിത്രത്തിൽ കാണാം. അദ്ദേഹം യാത്ര ചെയ്തത് സിൽക്ക് റൂട്ടിലൂടെയാണ്. അദ്ദേഹത്തിൻ്റെ പിതാവുണ്ടായിരുന്നു, അമ്മാവനുമുണ്ടായിരുന്നു. ചൈനയിലെത്തി 17 കൊല്ലം അവിടെ ജീവിച്ചു. അവിടെ നിന്ന് ജയിലിലാവുകയും പിന്നീട് ജയിൽ മോചിതനായ ശേഷം യാത്ര തുടരുകയും അങ്ങനെ അദ്ദേഹം ആ യാത്ര ചെയ്തത് ഒരു പുസ്തകമായി അന്ന് പ്രസിദ്ധീകരിച്ചു. ദി ട്രാവൽസ് ഓഫ് മാർക്കോ പോള എന്ന പേരിൽ ആ പുസ്തകം ഇന്നും ഇംഗ്ലീഷിൽ ചരിത്ര പുസ്തകമായി ലഭിക്കും. ഈ കേരള യാത്രയും ഒരു ചരിത്ര പുസ്തകമായി അത് തയ്യാറാക്കുകയാണെങ്കിൽ പിന്നീട് വരുന്ന തലമുറക്ക് അത് ഉപകാരപ്പെടും എന്ന് നാം അഭിപ്രായപ്പെടുകയാണ്. അങ്ങനെ അദ്ദേഹം കൊല്ലത്ത് വന്നു. കേരളത്തിൽ കുരുമുളക്, അതുപോലെ സ്പൈസസ്, കശുവണ്ടി, ഇതെല്ലാം ഏറ്റവും കൂടുതൽ ഉള്ള ഒരു ജില്ലയായതുകൊണ്ട് ഈ കൊല്ലം ജില്ലയെ വിദേശികൾ വളരെ ഇഷ്ടപ്പെട്ടു. അവരിവിടെ ഇംഗ്ലീഷുകാരും ഡച്ചുകാരും അവരിവിടെ വന്ന് അവരുടെ ആ കാലത്ത് ഈ നഗരത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി പീരങ്കികൾ സ്ഥാപിച്ചുകൊണ്ട് സജ്ജമാക്കിയ ഗ്രൗണ്ടിലാണ് ഇന്ന് ഈ കേരള യാത്രയുടെ സ്വീകരണം നടക്കുന്നത്. പീരങ്കി മൈതാനം എന്ന് പിന്നീട് അങ്ങനെ പേര് കിട്ടിയതാണ്. ഇവിടെ മാർക്കോ പോള ഈ കൊല്ലത്ത് വന്നു. കൊല്ലം എന്ന് ഈ പ്രദേശത്തിന് പേര് കിട്ടിയതുമായി ബന്ധപ്പെട്ട ചരിത്രത്തിൽ കാണാം. കൊല്ലവർഷം എന്ന് മലയാളത്തിലുള്ള വർഷം തിരഞ്ഞെടുക്കുന്ന ഇതിൻ്റെ ഭാഗമായി
ഈ കൊല്ലത്തിൻ്റെ പേരാണ് കൊല്ലവർഷം എന്ന് രൂപപ്പെട്ടത് എന്ന് ചരിത്രത്തിൽ കാണുന്നു. അതുപോലെ തന്നെ പിന്നീട് ഇവിടെ ഏറ്റവും വലിയൊരു യാത്രയാണ് 14-ാം നൂറ്റാണ്ടിൽ ഇബ്നു ബത്തൂത്തയുടെ യാത്ര. അദ്ദേഹം മൊറോക്കോക്കാരനാണ്. അദ്ദേഹം 30 കൊല്ലമാണ് ആ യാത്ര നടത്തിയത്. കേരള യാത്ര 16 ദിവസമാണെങ്കിൽ നമ്മുടെ മുൻഗാമികളായ ആളുകൾ നന്മകൾ പ്രചരിപ്പിക്കാൻ വേണ്ടി, അറിയാൻ വേണ്ടി, പരസ്പരം ഉൾക്കൊള്ളാൻ വേണ്ടി എത്ര ത്യാഗം ചെയ്തു എന്ന് മനസ്സിലാക്കാൻ ഇബ്നു ബത്തൂത്തയുടെ ചരിത്രം പഠിക്കേണ്ടതുണ്ട്. പിന്നീട് 1519 പോർച്ചുഗീസുകാരനായ മഗല്ലൻ്റെ യാത്ര നടന്നു. വിനോബ ഭാവെ 1951 ഭൂതാൻ യാത്ര നടത്തി. ഭൂമിയുള്ളവർ അവരുടെ ഭൂമിയിൽ നിന്ന് ഒരു പങ്ക് സാമൂഹ്യ മേഖലയ്ക്ക് വിട്ടുകൊടുക്കണം എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആശയം. ഒരുപക്ഷെ ഇസ്ലാമിലെ വഖഫ് എന്ന സമ്പ്രദായം വിനോബ ഭാവയെ ആകർഷിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുകയാണ്. പിന്നീട് ഈ രാജ്യത്ത് വിശാലമായ യാത്രകൾ ചെയ്ത ധാരാളം ആളുകളുണ്ട്. വിവേകാനന്ദ സ്വാമികളുടെ ഭാരതയാത്ര 1888 1893 കാലത്ത് ഇവിടെ നടക്കുകയുണ്ടായി. ഉത്തരേന്ത്യക്കാരനായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന് ധാരാളം സ്വാധീനമുള്ള ഒരു മണ്ണാണ് കൊല്ലവും കൊല്ലം ഉൾക്കൊള്ളുന്ന ഈ കേരളവും. മഹാത്മജിയുടെ ദണ്ഡിയാത്ര, ഉപ്പ് സത്യാഗ്രഹം 1930 ആ യാത്ര നടന്നത്. മഹാത്മാഗാന്ധിയാവട്ടെ ബാരിസ്റ്റർ പരീക്ഷ എഴുതാൻ വേണ്ടി പിതാവിനോട് സമ്മതം ചോദിച്ച് ലണ്ടനിലേക്ക് യാത്ര ചെയ്തതും ഇവിടെ അനുസ്മരിക്കേണ്ട കാര്യമാണ്. അദ്ദേഹം യാത്ര പുറപ്പെട്ടപ്പോൾ അച്ഛൻ പറഞ്ഞു, കടലിലെ യാത്ര വളരെ അപകടമാണ്, അതുകൊണ്ട് യാത്ര ചെയ്യണ്ട. പക്ഷേ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി യാത്ര തുടരുകയും ലണ്ടനിൽ നിന്ന് ബാരിസ്റ്റർ പരീക്ഷ പാസ്സായി, നിയമം പാസ്സായി ഇന്ത്യയിൽ വന്നു. പിന്നീട് നിയമം പാസ്സായതിനു ശേഷം ദക്ഷിണാഫ്രിക്കയിലേക്ക് വീണ്ടും യാത്ര പോയി. ആ യാത്രയെ തുടർന്ന് അദ്ദേഹവും കസ്തൂർബയും തമ്മിൽ, ഭാര്യയും ഭർത്താവും തമ്മിൽ ചെറിയ അഭിപ്രായ വ്യത്യാസം വന്നത് സേവനം ചെയ്യുന്ന വിഷയത്തിൽ ഇത്രയധികം താല്പര്യമെടുക്കണമോ എന്ന് ഭർത്താവിനോട് ചോദിച്ചുകൊണ്ടായിരുന്നു. എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന പുസ്തകത്തിൽ അതെല്ലാം പറയുന്നുണ്ട്. 13-ാമത്തെ വയസ്സിൽ വിവാഹിതനായ മഹാത്മജി ഭാര്യയ്ക്ക് 7 വയസ്സായിരുന്നു എന്നും ആ പുസ്തകത്തിൽ നമുക്ക് കാണാം. പിന്നീട് വള്ളത്തോൾ നാരായണമേനോൻ, അദ്ദേഹം ഇവിടെ യാത്ര നടത്തിയിട്ടുണ്ട്. ദേശീയ ബോധം വളർത്താൻ, മലയാള ഭാഷയുടെ സൗന്ദര്യം ശക്തിപ്പെടുത്താൻ സുഭാഷ് ചന്ദ്രബോസ് അദ്ദേഹം ഇവിടെ യാത്ര നടത്തിയിട്ടുണ്ട്. ക്വിറ്റ് ഇന്ത്യ എന്ന പേരിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യ മുഴുക്കെ യാത്ര സംഘടിപ്പിച്ചിട്ടുണ്ട്. ഡോക്ടർ അംബേദ്കർ ഇന്ത്യയിൽ ഉടനീളം യാത്ര നടത്തിയിട്ടുണ്ട്. ഈ യാത്രകളിൽ നിന്നെല്ലാം നാം മനസ്സിലാക്കേണ്ടത്, ഒരിക്കലും തന്നെ മനുഷ്യൻ അവൻ ജനിച്ച സ്ഥലത്ത് ഒതുങ്ങി നിൽക്കേണ്ടവനല്ല. മക്കയിൽ ജനിക്കുകയും ആ മക്കയിൽ നിന്ന് മദീനയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുകയും മക്കയും മദീനയും തൻ്റെ സൽ സ്വഭാവം കൊണ്ട് അവിടെ വലിയ സ്വാധീനമുണ്ടാക്കുകയും ചെയ്ത മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകാപരമായ ആ ജീവിതത്തിൽ നിന്നാണ് കേരള മുസ്ലിം ജമാഅത്ത് ഈ യാത്രയെ ഇവിടെ നിർമ്മിച്ചെടുത്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ യാത്രയിലൂടെ 15ഓളം ഗുണങ്ങൾ ഇവിടെ ലഭിക്കും. ആ യാത്രകൾ ഓരോന്നും 3 യാത്രകളാണ് കേരള മുസ്ലിം ജമാഅത്തിന്റെ കീഴിൽ നടന്നതെങ്കിൽ സൂറത്തുൽ കഹ്ഫിൽ 3 യാത്രകൾ നടത്തിയ ഒരു വലിയ മഹാന്റെ കഥ പറയുന്നുണ്ട്. വയസ്അലൂനക അൻ ദിൽ ഖർനൈൻ ഖുൽ സഅത്ലു അലൈക്കും മിൻഹു ദിക്റാ. മുഹമ്മദ് നബിയെ, താങ്കളോട് ആളുകൾ ചോദിക്കും, അലക്സാണ്ട്രിയ പട്ടണത്തിൽ ജീവിച്ച 3 പ്രമുഖ ആളുകൾ ഉണ്ടായിരുന്നു. അവരിൽ ഏറ്റവും വിശിഷ്ടനായ ഇസ്കന്ദർ രാജാവ്, അദ്ദേഹം ഭരണം നടത്തിയ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ശക്തിയും അദ്ദേഹത്തിൻ്റെ യുക്തിയും
ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദ് വേദിയിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ആയിക്കോട്ടെ. ഈജിപ്ത് ആസ്ഥാനമായി ഭരണം നടത്തിയിരുന്ന ഇസ്കന്ദർ ചക്രവർത്തിമാരിൽ 4 ചക്രവർത്തിമാരിൽ ഏറ്റവും നീതിയോടുകൂടി ഭരണം നടത്തിയ ചക്രവർത്തിയാണ് ദുൽഖർനൈൻ എന്ന് തഫ്സീറിന്റെ കിതാബുകളിൽ കാണാം. ആ ചക്രവർത്തി ചെയ്തതെന്താണ്? അദ്ദേഹത്തിന്റെ ശക്തിയും അദ്ദേഹത്തിന്റെ യുക്തിയും അദ്ദേഹത്തിന്റെ തന്റേടവും അദ്ദേഹത്തിന്റെ പരിജ്ഞാനവും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം അത്ലാന്തിക് പ്രദേശത്തേക്ക് ആദ്യമായി പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഒരു യാത്ര നടത്തി. പിന്നീട് അദ്ദേഹം കിഴക്ക് ഭാഗത്തേക്ക് യാത്ര നടത്തി. ആ 2 യാത്രകൾക്ക് പുറമെ മൂന്നാമത് മംഗോളിയക്കാർ താമസിക്കുന്ന ഏരിയയിലേക്കും യാത്ര നടത്തി. ആ 3 യാത്രകൾ നടത്തിയ ആ വലിയ മഹാന്റെ ചരിത്രം എല്ലാ വെള്ളിയാഴ്ചകളിലും പരിശുദ്ധ ഖുർആനിൽ നാം ഓതിക്കൊണ്ടിരിക്കുമ്പോൾ മനുഷ്യൻ അടങ്ങിയിരിക്കേണ്ടവനല്ല. യാത്രകളെന്ന് പറഞ്ഞാൽ വിദ്യാലയങ്ങളാണ്. മാതാവിനെ പറ്റി വിദ്യാലയമെന്ന് നമ്മൾ പറയാറുണ്ട്. എന്നാൽ അതിനേക്കാൾ കൂടുതൽ യാത്രകളിൽ നിന്ന് പഠിക്കാനുണ്ട്. ബഹുമാന്യരായ ഷെയ്ഖുന ഉസ്താദിന്റെ കൂടെയുള്ള യാത്ര, ബദറുസ്സാദാത്ത് തങ്ങളോടുകൂടെയുള്ള യാത്ര, ലോകമൊട്ടാകെ ചുറ്റി സഞ്ചരിച്ച ഏതാണ്ട് 100-ലധികം രാജ്യങ്ങൾ ഷെയ്ഖുന ഉസ്താദും ബദറുസ്സാദാത്ത് തങ്ങളും സന്ദർശിച്ചിട്ടുണ്ട്. യൂറോപ്പും അമേരിക്കയും അതെല്ലാം ആ പട്ടികയിലുണ്ട്. അവിടെയെല്ലാം അവർ കണ്ടെത്തിയ അനുഭവങ്ങൾ അത് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് പങ്കുവെക്കണമെങ്കിൽ ഇങ്ങനൊരു യാത്ര അനിവാര്യമാണ്. അതാണ് അലക്സാണ്ടർ ചക്രവർത്തി ദുൽഖർനൈൻ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടെങ്കിലും ഇമാം റാസിയുടെ തഫ്സീറിലും മറ്റും പറയുന്ന ആ രാജാവ് ഒന്നാമത്തെ യാത്രയിൽ ശ്രദ്ധിച്ചത് ധാർമ്മികമായ ഉപദേശങ്ങൾ നൽകാൻ വേണ്ടിയായിരുന്നു. മനുഷ്യന് ഉപദേശം ചെയ്താൽ നന്നാകും എന്നതിന് ധാരാളം തെളിവുകളുണ്ട്. നല്ല ആളുകളുമായി ബന്ധപ്പെടുകയും അവരുടെ സദസ്സിലിരിക്കുകയും അവരുടെ മാർഗനിർദ്ദേശങ്ങൾ ലഭിക്കുകയും ചെയ്യുമ്പോൾ മനുഷ്യൻ നന്നായി മാറുന്നു. ആ ഉപദേശമാണ് പടിഞ്ഞാറ് ഭാഗത്ത് അദ്ദേഹം നൽകിയത്. കിഴക്കൻ നാടുകളിലേക്ക് വന്നപ്പോൾ ദുൽഖർനൈനി അലൈഹിസ്സലാം അവിടെ ചെയ്ത ഏറ്റവും വലിയ പ്രവർത്തനം ആ പ്രദേശത്ത് ചെറിയ ടെന്റുകൾ ഉണ്ടാക്കാൻ പോലും കഴിവില്ലാത്ത ഒരു ജനതയായിരുന്നു. ഉടുതുണിക്ക് മറുതുണി, അവർ നഗ്നത മറക്കാൻ തുണി പോലുമില്ലാത്ത ഒരു ജനതയായിരുന്നു കിഴക്കൻ ഭാഗത്തുണ്ടായിരുന്നത്. ആ പ്രദേശത്ത് ദുൽഖർനൈൻ വരികയും അവർക്ക് ആവശ്യമായ തുണികൾ വിതരണം നടത്തുകയും ചെയ്തു. വീടില്ലാത്തവർക്ക് വീടുണ്ടാക്കി കൊടുത്തു. ഇതൊക്കെ യാത്രയിൽ മാത്രമേ കാണുകയുള്ളൂ. നമ്മുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്ന മനുഷ്യന്റെ ദുഃഖവും ദാരിദ്ര്യവും കാണണമെങ്കിൽ അവന്റെ അടുത്തേക്ക് ഇറങ്ങിപ്പോകണം. അങ്ങനെ അവർക്ക് സംവിധാനങ്ങൾ ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം മൂന്നാമത് കാസ്പിയൻ കടലിന്റെ ഭാഗത്തേക്ക് ദുൽഖർനൈനി വന്നപ്പോൾ അവിടെ രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിന് ഭീഷണി ഉയർത്തുന്ന ചില ശത്രുക്കളെ കാണുകയും അവിടെ ഒരു ഭിത്തി ഉണ്ടാക്കി തരാൻ ആവശ്യപ്പെടുകയും പരിശുദ്ധ ഖുർആൻ 18-ാം അധ്യായത്തിൽ ഈ കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട്. അദ്ദേഹം ആ ജനങ്ങളോട് പറഞ്ഞു, നിങ്ങൾ കട്ടിയുള്ള ഇരുമ്പ് കട്ടിയും അതുപോലെ കൽക്കരിയും നിങ്ങൾ എനിക്ക് തരികയാണ് എങ്കിൽ ഞാൻ നിങ്ങൾക്കിവിടെ ഒരു ഭിത്തി ഉണ്ടാക്കി തരാം. ഒരു വലിയ എഞ്ചിനീയർ ചെയ്യുന്ന ദൗത്യം ദുൽഖർനൈനി അലൈഹിസ്സലാം അവിടെ നിർവഹിച്ചു കൊടുത്തു. അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ ഭവനമില്ലാത്തവർക്ക് ഭവനം ഉണ്ടാക്കി കൊടുക്കുന്നു. ചൂരൽമലയിൽ ഭരണത്തിന്റെയോ അതുപോലെ പണത്തിന്റെ വളവളപ്പോ ഒന്നുമില്ലാത്ത മുസ്ലിം പണ്ഡിതന്മാരുടെ വിശ്വസ്തത എന്ന ഒരൊറ്റ ഘടകം മുൻനിർത്തിക്കൊണ്ട്
ആയിരക്കണക്കിന് ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കാനുള്ള പ്രചോദനം വിശുദ്ധ ഖുർആനിൽ നിന്ന്, മുമ്പ് കഴിഞ്ഞു പോയ ആചാര്യന്മാരിൽ നിന്ന്, മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് നമ്മുടെ മഹാന്മാരായ ഉലമാക്കൾ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ ഈ യാത്രയെപ്പറ്റി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. കേരള മുസ്ലിം ജമാഅത്തിന്റെ ഈ മൂന്നാമത്തെ യാത്ര, ഈ യാത്രയിലൂടെ ലഭിക്കുന്ന ഏറ്റവും വലിയ ആനന്ദം ഈ രാജ്യത്തെ പാവപ്പെട്ട ആളുകൾക്ക് ശക്തി ലഭിക്കുകയാണ്. ഞങ്ങളോടുകൂടെ ഉസ്താദുമാർ ഉണ്ട്. കാസർഗോഡ് നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരത്ത് നാളെ അവസാനിക്കുമ്പോൾ ഓരോ പോയിന്റിലും ശൈഖുനായെ കാണാൻ വേണ്ടി വരുന്നത് ഈ രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങളാണ്. ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാത്തവരുണ്ട്, വീടില്ലാത്തവരുണ്ട്, കഷ്ടപ്പെടുന്നവരുണ്ട്. നിങ്ങൾക്ക് ആവശ്യമായത് ചെയ്യാൻ ശ്രമിക്കാം എന്ന് പറയുകയല്ലാതെ അതിലപ്പുറം എല്ലാവർക്കും ചെയ്തു കൊടുക്കാൻ കഴിയില്ലെങ്കിലും ഈ രാജ്യത്തെ ഭരണകൂടങ്ങളുടെ സഹകരണത്തോടുകൂടി രാഷ്ട്രീയ നേതാക്കളുടെയും MP-മാരുടെയും MLA-മാരുടെയും സഹകരണത്തോടുകൂടി ഉസ്താദും കേരള മുസ്ലിം ജമാഅത്തും ഈ രാജ്യത്തെ പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗമായി ഈ കേരള യാത്രയെ കാണുകയാണ്. ഇസ്രാഇന്റെ രാത്രിയാണ് നാളെ. ഇസ്രാ എന്നത് അറബി പദമാണ്, ഖുർആനിൽ ഒരു അധ്യായത്തിന്റെ പേരാണ്. എന്നാൽ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ഇസ്രോ എന്ന ഒരു സംഘടനയുണ്ട്, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ, ഇസ്രോ. അത് ആകാശവുമായി ബന്ധപ്പെട്ട യാത്രകൾ ഏകീകരിക്കുകയും അതിനാവശ്യമായ ശാസ്ത്ര ഗവേഷണങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ്. ഇസ്ര എന്ന അറബി പദത്തിന് അതിൻ്റെ ഒരു അവസാനത്തെ അക്ഷരം മാറ്റി ഇസ്രോ എന്ന് മാത്രം മാറ്റിയത് നമുക്കതിൻ്റെ രഹസ്യം ബോധ്യപ്പെടും. സുബ്ഹാനല്ലദീ അസ്റാ, അസ്റാ രാത്രിയിലുള്ള യാത്ര. അത് മാതൃകയാക്കിക്കൊണ്ട് ലോകം സ്പേസിനെ പറ്റി ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞയച്ച ഒരു ഗവേഷക സംഘം ഒരാൾക്ക് രോഗമായതിൻ്റെ പേരിൽ ആ യാത്രയിലെ അംഗങ്ങൾ ഒരാളുടെ രോഗം കാരണമായി ഇന്ന് ആ സാറ്റലൈറ്റ് ഇന്ന് തിരിച്ചിറക്കുന്ന ദിവസം കൂടിയാണ് ഇന്ന്. നാളെ ഇസ്രാഇന്റെ രാത്രിയാണ്, ഒരു വലിയ യാത്രയാണ്. ആ യാത്രയിലൂടെ മുത്തുനബിക്ക് കിട്ടിയ ഒരുപാട് ഗുണപാഠങ്ങൾ, നിസ്കാരം എന്ന അമൽ കിട്ടിയ രാത്രിയാണ് ഇസ്രാഇന്റെ രാത്രി. നാളെ തിരുവനന്തപുരത്ത് ഇതിന്റെ സമാപന പരിപാടികൾ നടക്കുമ്പോൾ നിസ്കാരമെന്ന ആശയത്തോടുള്ള സ്നേഹമാണ് ഈ യാത്രയിലെ അംഗങ്ങൾക്കും ഈ യാത്രയെ സ്നേഹിക്കുന്നവർക്കും ആദ്യമായി ഉണ്ടാകേണ്ടത്. വ്യാജ തരീഖത്തുകൾ അതിൻ്റെ പിന്നിൽ ചേരുന്ന ആളുകളുണ്ട്. നിസ്കാരം പോലും ഇല്ലാത്ത ആളുകൾ ഇസ്ലാമിൻ്റെ ആളുകളായി പ്രത്യക്ഷപ്പെടുമ്പോൾ ഇസ്രാഇന്റെ രാത്രിയിൽ ഈ കേരള യാത്ര സമാപിക്കുമ്പോൾ നിസ്കാരത്തോടുള്ള ആഭിമുഖ്യം നാം വർദ്ധിപ്പിക്കുക. രണ്ടാമതായി, നമ്മുടെ രാജ്യത്ത് എല്ലാ അച്ചടക്കവും ഇന്ന് രൂപപ്പെടുത്തി ഇവിടെയുള്ള ഗവൺമെന്റുകൾക്ക് ശക്തി പകരുന്ന 3 ഘടകങ്ങളുണ്ട്. ഒന്ന് പണ്ഡിതന്മാരാണ്, മറ്റൊന്ന് വിവിധ മതങ്ങളിലെ ആചാര്യന്മാരാണ്, 3 സാഹിത്യകാരന്മാരാണ്. ആ സാഹിത്യകാരന്മാരും പ്രവാചകന്മാരും ജനങ്ങളുടെ മുൻപിൽ അവർ നേതാക്കളായത് യാത്രകളിലൂടെയാണ്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചരിത്രം നോക്കിയാൽ കാണാം, SSLC കഷ്ടിച്ച് പാസ്സായിട്ടേ ഉള്ളൂ. പക്ഷേ അദ്ദേഹത്തിൻ്റെ പുസ്തകം ഇന്ന് യൂണിവേഴ്സിറ്റി തലങ്ങളിൽ പോലും മികച്ച അവാർഡുകൾ നേടിയ ഉന്നതമായ നിലവാരത്തിലെത്താൻ കാരണം അദ്ദേഹത്തിൻ്റെ യാത്രകളാണ്. നമ്മുടെ ഈ യാത്രക്ക് നേതൃത്വം നൽകുന്ന 3 ഉസ്താദുമാരും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും യാത്ര ചെയ്തവരാണ്. അതുകൊണ്ട് അവരുടെ അടുത്ത് വരുമ്പോൾ, അവരുടെ സ്ഥാപനങ്ങളിലെത്തുമ്പോൾ, മർക്കസിലെത്തുമ്പോൾ, ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളുടെ മഅദിനിലെത്തുമ്പോൾ, കൊല്ലത്ത് ഖാദിസിയയിൽ വരുമ്പോൾ ജനങ്ങളിൽ രൂപപ്പെടുന്നത് ലോകം മൊത്തം ഈ സ്ഥാപനങ്ങളിലൂടെ ജനങ്ങൾക്ക് സമ്മാനിക്കുന്നത് സ്നേഹമാണ്, ഐക്യമാണ്, സമാധാനമാണ്, സൗഹാർദ്ദമാണ്. ഒരിക്കലും തന്നെ നമ്മുടെ പണ്ഡിതന്മാരുടെ വാക്കുകളിൽ നിന്ന് ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു ജനവിഭാഗത്തെ വേദനിപ്പിക്കുന്ന ഒരു പദവും ഈ കാലമത്രയും ഉണ്ടായിട്ടില്ല. ശൈഖുന ഉസ്താദിൻ്റെ
65 വർഷക്കാലം നടത്തിയ പ്രഭാഷണങ്ങൾ എഡിറ്റ് ചെയ്തു നോക്കുകയാണെങ്കിൽ ആ ഒരു പ്രഭാഷണത്തിൽ പോലും ഈ രാജ്യത്ത് ഒരാളെയും കുറ്റപ്പെടുത്തുന്ന വാക്കുകൾ ഉണ്ടായിട്ടില്ല. അതെങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ അത് പ്രവാചകന്മാരിലൂടെ വന്ന താവഴിയാണ്. അതാണ് നാം പിന്തുടരേണ്ടത്. സാഹിത്യകാരന്മാർ ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ഈ രാജ്യം ഇരുട്ടിൽ തപ്പുമായിരുന്നു. ഈ കൊല്ലം ജില്ലയിൽ ധാരാളം സാഹിത്യകാരന്മാർ വന്നിട്ടുണ്ട്. സൂരനാട് കുഞ്ഞൻപിള്ള അതിൻ്റെ ഉദാഹരണമാണ്. മലയാളം അധ്യാപകനായിരുന്നു അദ്ദേഹം, മികച്ച സാഹിത്യകാരനായിരുന്നു അദ്ദേഹം. ഈ കൊച്ചു കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പിറന്ന സാഹിത്യകാരന്മാരുടെ പുസ്തകങ്ങളാണ് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് ഇന്നും ഒരു സുരക്ഷ നൽകുന്നത്. ഏറ്റവും വലിയ സാഹിത്യമായ ഖുർആൻ, ആ ഖുർആൻ മുസ്ലിം സമുദായത്തിൻ്റെ കയ്യിലുള്ള കാലത്തോളം അവർ ഭയപ്പെടേണ്ടതില്ല. സാഹിത്യകാരന്മാർക്ക് മരണമില്ല. കാരണം സാഹിത്യകാരന്മാർ ഭാവനയുടെ ലോകത്താണ്. കിതാബ് ഓതിക്കൊടുക്കുന്ന പണ്ഡിതന്മാർ ദീർഘായുസുള്ളവരാണ്. കാരണം ലഹും ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ അബദാ. മരിക്കാത്ത നശിക്കാത്ത സ്വർഗത്തിലേക്ക് പോകാനുള്ളവരാണ് പണ്ഡിതന്മാർ. അവരുടെ ഉപദേശവും സ്വർഗത്തിലേക്കാണ് അവർ വിളിക്കുന്നത്. അങ്ങനെയുള്ള ആളുകളുടെ മനസ്സിൽ ടെൻഷൻ ഉണ്ടാവുകയില്ല. അവരുടെ മനസ്സ് സമാധാനമാണ്. ഹൈദ്രോസ് ഉസ്താദിന്റെ അടുത്ത് വരുമ്പോൾ, ആ ഉസ്താദിന്റെ മുഖത്ത് നോക്കുമ്പോൾ, ബഹുമാന്യരായ സുൽത്താൻ ഉലമയുടെ മുഖത്ത് നോക്കുമ്പോൾ ആ കാണുന്ന തേജസ്, ആ വെളിച്ചം, അതാണ് സാഹിത്യത്തിലൂടെ ലഭിക്കുന്ന വലിയ ആനന്ദം. ഖുർആൻ എന്ന സാഹിത്യമാണ് അവരുടെ കയ്യിലുള്ളത്. ലോകത്തിന് ഒരിക്കലും പരാജയപ്പെടുത്താൻ കഴിയാത്ത സാഹിത്യമാണ് ഖുർആൻ. ആ ഖുർആനാണ് നമ്മുടെ കുട്ടികൾ മുതഅല്ലിമീങ്ങൾ പഠിക്കുന്നത്. ആ സാഹിത്യത്തെ അവർ ഉൾക്കൊണ്ട് സാഹിത്യത്തിൻ്റെ ധർമ്മം നാവില്ലാത്തവരുടെ നാവ് ആവുക, കഷ്ടപ്പെടുന്നവന് വേണ്ടി വാദിക്കുന്ന പേനകൾ കയ്യിലുണ്ടാവുക, ആരാണോ പ്രയാസപ്പെടുന്നത് അവരെ രക്ഷിക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുക, അതിനുവേണ്ടി യാത്ര ചെയ്യുക. ആ ഒരു ദൗത്യം നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്കറിയാം അതിലൂടെ ലഭിക്കുന്ന സമാധാനം ഈ രാജ്യത്തിന് വലിയ അന്തസ്സാണ് പകരുക. കഴിഞ്ഞ ദിവസം മർക്കസിലേക്കൊരു ഫോൺ കോൾ വന്നു. തിരൂരിനടുത്തുള്ള ഒരാളാണ്. അദ്ദേഹം വിളിക്കുന്നത്, അദ്ദേഹത്തിന് കൈയുമില്ല കാലുമില്ല, അദ്ദേഹത്തിന് ഉരുട്ടിക്കൊണ്ടുപോകാൻ പറ്റിയ ഒരു സൈക്കിൾ വേണം. അദ്ദേഹം SSFന്റെ സാഹിത്യോത്സവ പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ ഞങ്ങൾ അവിടെ പ്രസംഗിക്കാൻ പോയിരുന്നു. മർക്കസ് എന്ന് അവർ കേട്ടിട്ടുണ്ട്, കാന്തപുരം ഉസ്താദ് എന്നവർ കേട്ടിട്ടുണ്ട്. ആരോടാണ് ഈ ദുഃഖം പറയുക? അവർ എൻ്റെ ടെലിഫോണിൽ വിളിച്ചു. കഴിഞ്ഞ ദിവസം അവർക്ക് മർക്കസിലെ RCFI മുഖേന ഒരു സൈക്കിൾ വാങ്ങിക്കൊടുത്തു. ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ആരാണോ കഷ്ടപ്പെടുന്നത് അവരെ കണ്ടെത്തി സഹായിക്കാനുള്ള സേവനത്തിൻ്റെ വോളണ്ടിയർമാരെ വാർത്തെടുക്കുന്ന സംവിധാനമാണ് കേരള മുസ്ലിം ജമാഅത്ത്. ഉസ്താദുമാരോടൊപ്പം നിന്നുകൊണ്ട് യുവാക്കൾ അവരുടെ യൗവനം, സമ്പന്നർ അവരുടെ സമ്പത്ത്, കുറ്റൂർ അബ്ദുറഹ്മാൻ ഹാജിയെ പോലെ, ചാലിയം അബ്ദുൽ കരീം ഹാജിയെ പോലെ, ഇവിടെയുള്ള കൊല്ലത്തുള്ള ഒരുപാട് യൂനുസ് കുഞ്ഞ് ഹാജിമാർ, ഒരുപാട് നേതാക്കൾ, പണ്ഡിതന്മാർ, അവരൊക്കെ റെഡിയാണ്. നമ്മുടെ സംഘടന ആവശ്യപ്പെട്ടാൽ പറയുന്നത് പാലിക്കുകയും 5 പൈസ പോലും അത് മറ്റൊരു വഴിയിലാകാതെ പറഞ്ഞ വഴിയിൽ ചെലവഴിക്കുകയും ചെയ്യുന്ന ഈ സംഘടനയോട് നമ്മുടെ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും ഇഷ്ടമാണ്. പ്രവാസികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഘടനയായി അവിടെ ICF നിലകൊള്ളുകയാണ്. പ്രിയപ്പെട്ട സംഘടന ഇന്നും വളരെ മുന്നിലാണതുള്ളത്. ഏറ്റവും വലിയ പ്രയാസം അനുഭവിക്കുന്ന കോവിഡ് കാലത്ത് ദുബൈയിൽ നിന്ന്, ഒമാനിൽ നിന്ന്, ഖത്തറിൽ നിന്ന്, കുവൈത്തിൽ നിന്ന് ഫ്ലൈറ്റ് സ്വന്തമായി ഏർപ്പാട് ചെയ്ത് ചാർട്ടർ ചെയ്യാൻ ഒരുങ്ങിയപ്പോൾ ആളുകൾ പറഞ്ഞു അത് കിട്ടൂല. ശൈഖുന സുൽത്താൻ ഉലമ ഉസ്താദ് വർകൾ പറഞ്ഞു നിങ്ങൾ നോക്കിക്കോളൂ, ശരിയാകും, അള്ളാഹു എല്ലാം സാധിപ്പിച്ചു തന്നു. ആരും ഫ്ലൈറ്റ് പുറത്തിറക്കാൻ കഴിയാത്ത ആ അന്തരീക്ഷത്തിൽ ദുബൈയിൽ നിന്ന് ഫ്ലൈറ്റ് പുറത്തിറക്കിയപ്പോൾ രണ്ടാമതാണ് KMCC പോലെയുള്ള സംഘടനകൾ രംഗത്ത് വന്നത്.
ഈ ഒരു ധൈര്യം നമ്മുടെ സംഘടനയ്ക്ക് ലഭിക്കാനുള്ള കാരണം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉന്നതമായ പാരമ്പര്യം കേരള മുസ്ലിം ജമാഅത്ത് മുറുകെ പിടിക്കുകയും അത് ഉയർത്തി കാണിക്കുകയും വിവിധ മതസമുദായങ്ങളുടെ ഇടയിൽ സൽപ്പേര് നിലനിർത്തിക്കൊണ്ട് നാം മുന്നോട്ട് നീങ്ങുകയുമാണ്. ഈ ജൈത്രയാത്ര ഇനിയും നടക്കണം. ഉസ്താദിനെ മാതൃകയാക്കി നമ്മുടെ പണ്ഡിതന്മാരും നേതാക്കളും യാത്രയിൽ അവരും യാത്ര ചെയ്യണം. വിവേകാനന്ദ സ്വാമികൾ ഭാരതം മുഴുവൻ യാത്ര ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മൾ ആരും പിന്നിലാകരുത്. നമ്മളും ഭാരതം മുഴുവനും യാത്ര ചെയ്യണം. കാശ്മീരിൽ ഉസ്താദ് യാത്ര ചെയ്തിട്ടുണ്ട്. അവിടെ പോയപ്പോൾ കാണുന്നത് ഓരോ 50 മീറ്റർ ദൂരത്ത് ഓരോ പട്ടാളക്കാരനാണ്. പട്ടാളക്കാരൻ്റെ വെടിയൊച്ച കേട്ട് അവിടെ അരണ്ടു പോകുന്ന പാവപ്പെട്ട ഓർഫൻസിനെ ഉസ്താദ് അവിടെയുള്ള മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു, നിങ്ങൾ ഈ കുട്ടികളെ കേരളത്തിലേക്ക് മർക്കസിലേക്ക് കൊണ്ടുപോകുമോ? അങ്ങനെ കൊണ്ടുവന്ന ആ കുട്ടികളെ ഈ കേരളത്തിൽ കൊണ്ടുവന്നു. ഇവിടെ അവരെ പോറ്റി വളർത്തി, അവർക്ക് സയൻസ് പഠിപ്പിച്ചു, ടെക്നോളജി പഠിപ്പിച്ചു. അവരിന്ന് ഉന്നതമായ ഗവൺമെൻറ് ജോലികളിലാണ്. ആ അർത്ഥത്തിൽ അവരെ വളർത്താൻ സാധിച്ചത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആദർശം ഉൾക്കൊണ്ട് കേരള മുസ്ലിം ജമാഅത്തും SYS-ഉം SSF-ഉം ജംഇയ്യത്തുൽ മുഅല്ലിമീനും SMA-യും കൈകോർത്ത് പിടിച്ചുകൊണ്ട് സഹകരിച്ചുള്ള ഈ യാത്ര മുന്നോട്ട് പോയപ്പോൾ കാശ്മീരിലെ പാവപ്പെട്ടവർക്ക് അഭയം നൽകാൻ ഈ കേരളത്തിന് കഴിഞ്ഞു. ഇതൊന്നും നമ്മുടെ ആരുടെയും പവറല്ല. നാം മനുഷ്യരോടൊപ്പം നിന്നു, മനുഷ്യരെ നാം കണ്ടു. ഡയോജനിസിന്റെ കഥ നേരത്തെ ഫാദർ ഇവിടെ ഉണർത്തി. ഡയോജനിസ് എങ്ങനെയാണ് അദ്ദേഹം ആഥൻസ് തെരുവീതിയിലൂടെ ഉച്ച സമയത്ത് റാന്തലുമായി കടന്നു പോകുന്നത് കണ്ടപ്പോൾ ആളുകൾ ചോദിച്ചു, ഉച്ച സമയത്ത് എന്തിനാണ് റാന്തൽ? അദ്ദേഹം മറുപടി പറഞ്ഞു, ഒരു മനുഷ്യനെ കാണാനാണ്. കേരളത്തിലൊരു സാഹിത്യകാരൻ ചോദിച്ചു, അന്ന് ഡയോജനിസിന് ഒരു മനുഷ്യനെ കാണാൻ ഒരു റാന്തൽ വേണ്ടി വന്നുവെങ്കിൽ ഇന്ന് ഈ കൊച്ചു കേരളത്തിൽ ഒരു നല്ല മനുഷ്യനെ കാണാൻ എത്ര റാന്തൽ വേണ്ടി വരും? നോൺ ഡീറ്റെയിൽഡ് പുസ്തകത്തിൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് വായിച്ച ഒരു കഥയാണ് പറഞ്ഞത്. അങ്ങനെ ഇരുട്ടിൽ തപ്പുന്ന മനുഷ്യരിവിടെ ധാരാളമുണ്ട്. ലൈബ്രറികൾ ഇവിടെ ഉണ്ടെങ്കിലും ആ ലൈബ്രറികളിലേക്ക് കുട്ടികൾ പോകുന്നില്ല. കുട്ടികളുടെ കയ്യിലുള്ളത് വാട്സാപ്പുകൾ മാത്രമാണ്. വാട്സാപ്പുകളിൽ നിന്ന് ലഭിക്കുന്ന 90% അത്ഭുതങ്ങളാണ്, വിനോദങ്ങളാണ്. 10% വിജ്ഞാനം കിട്ടുന്നുള്ളൂ. അതേസമയത്ത് ഉസ്താദുമാരിൽ നിന്ന് 90% വിജ്ഞാനമാണ് ലഭിക്കുന്നത്. ആ വിജ്ഞാനം ലഭിക്കാൻ അവരുമായി സഹകരിക്കണം. കേരള യാത്ര കാസർഗോഡ് നിന്ന് ആരംഭിച്ച് ഈ കൊല്ലത്തെത്തിയപ്പോൾ ഉസ്താദിൻ്റെ കൂടെ, സയ്യിദ് അവറുകളുടെ കൂടെ ഒരു നല്ല ടീം അതിൻ്റെ കൂടെ നടക്കുകയാണ്. അവരുടെ നിയ്യത്ത് അള്ളാഹുവിൻ്റെ പൊരുത്തമാണ്. ഇത് മാതൃകയാക്കി നമുക്കിനിയും ഒരുപാട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. നമ്മുടെ 100ാം വാർഷികത്തിൻ്റെ ഭാഗമായി ഇനിയും യാത്ര വേണ്ടി വരും. ആ യാത്രകളൊക്കെ വിജയിപ്പിക്കാൻ കരുണാവാരിധിയായ റബ്ബ് നമുക്ക് അനുഗ്രഹം ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നമുക്ക് ആശംസകൾ നൽകിക്കൊണ്ട് ഇത് വമ്പിച്ച വിജയമാക്കാൻ സഹായിച്ച പത്രപ്രവർത്തകർ, അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, എല്ലാവരോടുമുള്ള നമ്മുടെ കടപ്പാട് അറിയിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കട്ടെ. നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും.